ഈ വീഡിയോ കാണുന്നത് ഒരു തരത്തിലൊരു ഡിസൈൻ ഫ്ലോപ്പാണ്. പക്ഷേ അതല്ല നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ഈ പ്രായമുള്ള ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ബേസിക്കായ 4 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോറിൻ്റെ വീതിയില്ലേ, ഓപ്പണിങ്സ്, അത് മിനിമം ഒരു 90 കൊടുക്കണം. വീതി കുറവുള്ളതാണെങ്കിൽ കുറച്ച് ഇഷ്യൂ ആണ്. രണ്ടാമത്തെ കാര്യം സ്റ്റെപ്പിൻ്റെ ഹൈറ്റ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു ഒപ്റ്റിമൽ ഹൈറ്റ് പൊസിഷൻ കൊടുക്കുന്നതാണ് നല്ലത്. അബ്നോർമൽ ഹൈറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടിന് വേദനയ്ക്കുള്ള ചാൻസസ് കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബാത്റൂമിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. അവിടെ ഈ വെറ്റ് ഡ്രൈ ഏരിയ കൊടുക്കുമ്പം ഒരു റൈസ് കൊടുക്കുന്നുണ്ട്. ആ റൈസ് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. അതുപോലെ തന്നെ WC ഷവർ ഏരിയ, ഈ ഭാഗങ്ങളിലൊക്കെ ഒരു പിടി കൊടുക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ ടൈൽസ്, അത് നോൺ സ്ലിപ്പറി അല്ലാത്ത ടൈൽസ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു കാര്യങ്ങളുണ്ട്, ഈ നമ്മളെക്കാൾ കാഴ്ച കുറവായിരിക്കും പ്രായമുള്ളവർക്ക്, അതുകൊണ്ട് തന്നെ ലൈറ്റിങ് പ്രോപ്പറായിരിക്കും. അവസാനമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ ഡിസൈൻ എന്ന് പറയുന്നത് എൻ്റെ ലുക്സ് മാത്രമല്ല, നമ്മുടെ ജീവിതശൈലികളിൽ നല്ലത് കടന്നു വരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നതായിരിക്കണം ഒരു പ്രോപ്പർ ഡിസൈൻ എന്ന് പറയുന്നത്.